ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ലോഗ്. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെ, ഈ നിൽക്കുന്ന രണ്ടു പേരെ കണ്ടോ, അവരുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാനുള്ളത്, സ്വന്തം വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉള്ളതാണല്ലോ. പക്ഷേ നമ്മൾ അതിനൊക്കെ ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്യുക. പക്ഷെ നമുക്ക് തന്നെ കഴിവുകളുണ്ടെങ്കിൽ നമ്മളെ വീട് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാൻ പറ്റും ട്ടോ. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ കുട്ടി. എന്താണ് ചെയ്ത വർക്കാണ് ഇത്. അവൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇത്രയും അവൾ എന്നോട് പറയാറുണ്ട്, ചേച്ചി എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് മേടിക്കില്ല, ഞാനത് ഉണ്ടാക്കാറാണെന്ന് പറയും. അതുപോലെ ഈ ബുദ്ധനൊക്കെ അവൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ആ മുതല് കേട്ടോ. അപ്പൊ ഇതാരാണെന്നല്ലേ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ കൂട്ടുകാരിയായി ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ എങ്ങനെയോ എൻ്റെ കൂട്ടുകാരിയായി ഇപ്പോൾ. അപ്പോൾ അവളുടെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീടിന് ഉള്ളൊരു പ്രത്യേകത തന്നെ. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ദിവസം മുന്നേ പോയിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, അവരുമായിട്ട് ഞങ്ങൾക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുപോലെ കുട്ടികളാണെങ്കിലും നമുക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ജീവനാണ്. അതിപ്പോൾ എവിടുത്തെ കുട്ടികളാണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളും തന്നെ ഞങ്ങളുടെ അടുത്ത് വേഗം അറ്റാച്ച്ഡ് ആവും. അപ്പോൾ ഇതാണ് അവൻ്റെ വീട്. ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ആശാൻ ജിം ട്രെയിനറാണ്, സ്വന്തമായിട്ട് ജിമ്മൊക്കെ ഉള്ള മനുഷ്യനാണ്. വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ജിമ്മിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. ഞാൻ സ്ഥലം പറഞ്ഞില്ലല്ലോ, ട്രിവാൻഡ്രം കേട്ടോ അവരുടെ സ്ഥലം. അപ്പോൾ അയ്യോ, അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടിയും പറയാൻ മറന്നു. അത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അവരുടെ ഹൗസ് വാമിംഗ് വിശേഷങ്ങളൊന്ന് കണ്ടാലോ. ഇനി എല്ലാം ലൈവായി കാണുന്നില്ലേ അതിൻ്റെ ഒരു രസം. ഒന്നുള്ളി അപ്പോൾ പാല് കാച്ചൽ ചടങ്ങ് അങ്ങനെ തുടങ്ങിയാണ് കേട്ടോ. പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റൗവിലായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്ത് തിളയ്ക്കാനായിട്ട്. കാരണം നമ്മൾ അടുപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം, പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതുപോലെ ലഞ്ച്, പിന്നെ ഡിന്നർ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം 3 ടൈമും ഫുഡ് പുറത്തുനിന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്, കാറ്ററിംഗ് സർവീസ്. അതിന്റെ കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ ഇടയ്ക്ക് ചില ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുക്കും കേട്ടോ. ഇതൊന്നില്ലെങ്കിൽ എൻ്റെ വ്ളോഗല്ലേ, ഞാൻ വേണ്ടേ, ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെയും വീഡിയോ എടുക്കാത്തത്. ഇത് എൻ്റെ വ്ളോഗാണല്ലോ. ചട്ടിയിലായ മറ്റേ കലത്തിലായതുകൊണ്ട് പാടാണ്.
ഈ വെള്ളച്ചാട്ടം കണ്ടോ, ഇത് നമ്മളെ രാമുചേട്ടന്റെ ഐഡിയ ആണ് കേട്ടോ. അതുപോലെ അതിന്റെ ചുറ്റുമുള്ള ഡ്രോയിങ്സ് എല്ലാം സേതു പെയിന്റ് ചെയ്തതാണ്. ശരി കേട്ടോ. അത്യാവശ്യം ആയിട്ടുണ്ട്. കഴിഞ്ഞ ഓഫാക്ക് അതാണ് അതിന്റെ ത്രില്ല്. വേണ്ടടാ. അങ്ങനെ അത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉണ്ടായിരുന്നത് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും പിന്നെ ക്രിസ്പി ആയിട്ടുള്ള വടയും അതുപോലെ തന്നെ സാമ്പാറും പിന്നെ ചട്നിയായിരുന്നു കേട്ടോ. നല്ല ടീ ഉണ്ടായിരുന്നു. സൗകര്യം കുറച്ച് കുറവായതുകൊണ്ട് കാരണം അവിടെ അധികം സ്പേസ് ഇല്ല. അപ്പം നമ്മൾ ടെറസിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പം ടെറസിന്റെ മുകളിൽ ഇരുന്ന് 3 നേരവും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഇതിലെണ്ണം കിട്ടണ്ടേ? മതി, ഞാൻ കട്ട് ചെയ്തു. ഞാൻ ഇഡ്ഡലി എടുക്കുമ്പോൾ ഹസ്ബൻഡ് എണ്ണം കിട്ടുന്നുണ്ടെന്ന് പറയണ്ട കേട്ടോ. സത്യം പറഞ്ഞ് ഞങ്ങൾ 2 പേർക്കും കൂടിയാണ് കേട്ടോ ഞാൻ ഒരു പ്ലേറ്റിൽ എടുത്തത്. പക്ഷെ വിളമ്പുമ്പോൾ കുറച്ച് കൂടുതലായി പോകുമല്ലോ, അതുകൊണ്ടാണ് പിന്നെ എണ്ണം കുറച്ച് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു വീട്ടിലെ വീട്ടുകാരല്ലേ കുടുംബക്കാരായി ഞങ്ങൾ അങ്ങോട്ട് ജീവിക്കുകയായിരുന്നു. ഞങ്ങൾ അടുത്ത് ലഞ്ച് കഴിക്കേണ്ടിയിരുന്നു. ഒരുപാട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന്റെ ശേഷമാണ് ഏകദേശം ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. അല്ലാതെ കമന്ന് തിന്നാനുള്ള പരിപാടിയല്ല. വരട്ടെ, ചോറ് വരട്ടെ. ഇലയോ മതിയായിരുന്നു.
ഞാൻ എൻ്റെ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് എന്നെ സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.